എന്താണ് ഇൻസോംനിയ? രാത്രി മുഴുവൻ നെറ്റ്ഫ്ലിക്സ് കണ്ടിരിക്കുന്നത് ഇൻസോംനിയ അല്ല. നിങ്ങളുടെ തലച്ചോറ് ഉറക്കം ദുർബലർക്കുള്ളതാണെന്ന് തീരുമാനിച്ച് നിങ്ങളെ ഉണർന്നിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥയാണിത്. ഉറങ്ങാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ ഉറങ്ങിയാലും ഉണർന്നിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് അലാറം ക്ലോക്കിനെ കൊല്ലാൻ പദ്ധതിയിടുക. ഇതൊക്കെ ഇൻസോംനിയയുടെ ലക്ഷണങ്ങളാണ്. തുടർച്ചയായ ഇൻസോംനിയ എന്നാൽ 3 രാത്രികളിലായി 3 മാസത്തേക്ക് ഉറക്കമില്ലാതിരിക്കുക. ഇൻസോംനിയ നിങ്ങളുടെ ശരീരത്തെ താറുമാറാക്കും. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. നിങ്ങളുടെ പ്രതിരോധശേഷി, ഓർമ്മശക്തി, മാനസികാവസ്ഥ എന്നിവയെ ഇത് ബാധിക്കും. ഉറക്ക സംസാരിക്കുന്നവരോട് പോലും ദേഷ്യം തോന്നാൻ ഇത് കാരണമാകും. കൂടാതെ ദീർഘകാല ഇൻസോംനിയ പ്രമേഹം, വിഷാദം, പക്ഷാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതിന്റെ കാരണങ്ങൾ പലതാണ്. സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം, മോശം ഉറക്കം, അമിതമായ കഫീൻ ഉപയോഗം, രാത്രി വൈകിയുള്ള ഫോൺ ഉപയോഗം എന്നിവയൊക്കെ ഇതിന് കാരണമാകാം. പരിഹാരങ്ങൾ എന്താണെന്നല്ലേ? നിങ്ങളുടെ ശീലങ്ങൾ മാറ്റുക, കഫീൻ ഉപേക്ഷിക്കുക, ആവശ്യമെങ്കിൽ തെറാപ്പി അല്ലെങ്കിൽ മരുന്നുകൾ ഉപയോഗിക്കുക. ഉറങ്ങുന്നത് നിങ്ങളുടെ ശരീരം അറ്റകുറ്റപ്പണികൾ നടത്തുന്ന സമയമാണ്. അത് ഒഴിവാക്കിയാൽ നിങ്ങളുടെ ശരീരം ഒരുപാട് പിഴവുകൾ കാണിക്കും. രാത്രി മുഴുവൻ ഉണർന്ന് മൊബൈലിൽ തോണ്ടുന്ന നിങ്ങളുടെ കൂട്ടുകാരനെ മെൻഷൻ ചെയ്യൂ. കൂടുതൽ ആരോഗ്യ നുറുങ്ങുകൾക്കായി ഡോക്ടർ അപ്പുക്കുട്ടനെ ഫോളോ ചെയ്യൂ.